എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. ഇന്ന് പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ഈ ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ്. ഇന്നിപ്പോൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. എത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ചൂട് ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഈ ചൂട് കൂടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ സൺബേൺ ആണ്, അതായത് സൂര്യാഘാതം. നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും സൂര്യാഘാതം ഏൽക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പൊ ശരിക്കും എന്താണ് സൂര്യാഘാതം? എങ്ങനെ നമുക്ക് ഇത് പ്രിവെന്റ് ചെയ്യാം? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ? ഇത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ എന്താണ് സൂര്യാഘാതം? സൂര്യപ്രകാശത്തിലെ യു വി റേസിന്റെ അമിതമായിട്ടുള്ള എക്സ്പോഷർ കൊണ്ട് ത്വക്കിനുണ്ടാകുന്ന പൊള്ളൽ, അതുമൂലം ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ സെൽ ഡാമേജിനുമാണ് നമ്മൾ പൊതുവെ സൂര്യാഘാതം എന്ന് പറയുന്നത്. ഇത് 3 ഡിഗ്രിയാണ്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അങ്ങനെ 3 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ ഇതിനെ തിരിക്കുന്നത്. അതെങ്ങനെയാണ് തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്വക്കിന്റെ എത്രമാത്രം ലെയറിലേക്ക് ഇത് അഫക്റ്റ് ചെയ്തു എന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡിവിഷൻ പറയുന്നത്. നമ്മുടെ ത്വക്കിന് 3 ലെയറായിട്ടുള്ളത് പ്രധാനമായിട്ടും. ഏറ്റവും പുറത്ത് എപ്പിഡെർമിസ്, നടുക്കത്തെ ഡെർമിസ്, അതിന്റെ താഴെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി സൺബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പുറത്ത് എപ്പിഡെർമിസിൽ മാത്രമായിട്ടും എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ചുമപ്പ് കാണും, വേദന കാണും, പുകച്ചിൽ കാണും, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ്, കുമിളകൾ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ ക്ഷീണം, ചെറിയ പനി, ഛർദ്ദിക്കാനായിട്ടുള്ള തോന്നൽ, ഇത്തരം ലക്ഷണങ്ങളാണ് ഫസ്റ്റ് ഡിഗ്രിയിൽ തോന്നുന്നത്. സെക്കൻഡ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് തൊട്ട് താഴത്തെ ഡെർമിസിലേക്ക് ഈ സൺബേൺ അഫക്ട് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യാപ്തി കൂടിയ ലക്ഷണങ്ങളായിരിക്കും. പ്രത്യേകിച്ച് വേദന കൂടുതലായിരിക്കും, ബേണിംഗ് സെൻസേഷൻ കൂടുതലായിരിക്കും, കുമിളകൾ തന്നെ കുറച്ചുകൂടെ വലിയ കുമിളകൾ, ബുള്ളേഴ്സ് എന്ന് പറയുന്ന കുമിളകളായിരിക്കും ഉണ്ടാകുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ തലചുറ്റല്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, തലകറക്കം, അതുപോലെ തന്നെ പനി, ഛർദ്ദിക്കാനുള്ള തോന്നൽ, ഇതെല്ലാം അതിനോട് അനുബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ ഡിഗ്രി സൺബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെയറിനെയും അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പിഡെർമിസിനെ അഫക്ട് ചെയ്യും, അതിന്റെ താഴെ ഡെർമിസിനെ അഫക്ട് ചെയ്യും, അതിന്റെ താഴെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിനെ വരെ അഫക്ട് ചെയ്യുന്ന സൺബേൺ ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഈ ഡെർമിസിന്റെ ഏറ്റവും താഴെ ആണ് നെർവ് എൻഡിങ്സ് ഉള്ളത്. അപ്പൊ നെർവ് എൻഡിങ്സിനെ ഡാമേജ് ആക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ കണ്ട പോലെ പുകച്ചില്, അതുപോലെ തന്നെ ചുവന്ന നിറം, ഇതെല്ലാം ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം. ഇതൊരു ലെതറി ഫീലിംഗ്, ഒരു കരിവാളിപ്പ് നിറഞ്ഞ ഒരു നിറമായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈമറി സ്റ്റേജിൽ നമുക്ക് പുകച്ചിലോ വേദനയോ ഒന്നും കാര്യമായിട്ടുണ്ടാവില്ല. കാരണം ഈ നെർവ് എൻഡിങ്സ് നശിക്കുന്നതുകൊണ്ട് തന്നെ പൊതുവെ വേദന നമ്മൾ അറിയില്ല, പുകച്ചിൽ അറിയില്ല, ഒരു ചെറിയ മരവിപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഒരു തലചുറ്റല്, ഭയങ്കരമായിട്ടുള്ള പനി, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അതുപോലെ തന്നെ ഷോക്കിലേക്ക് നയിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഉണ്ടാവും. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇനി സൂര്യാഘാതം ഏൽക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷന്റെ കുറവാണ്, എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുന്നതിന്റെ കുറവാണ്. നമ്മുടെ ഒരു കാലാവസ്ഥയിൽ ഒരു 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം നമ്മൾ ദിവസം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ സൂര്യാഘാതം ഏൽക്കുന്നതിന്റെ ഇന്റൻസിറ്റി വളരെയധികം കുറവായിരിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം കൂടുതൽ സമയം ഈ സണ്ണിന് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുക. പലപ്പോഴും ജോലിയുമായി ബന്ധപ്പെട്ടും അത് മറ്റു സാഹചര്യങ്ങൾ കൊണ്ടും സണ്ണിന് കൂടുതൽ സമയം എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്നതും ഈ സൂര്യാഘാതം ഉണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ചില മരുന്നുകളുടെ ഉപയോഗം. പ്രത്യേകിച്ച് ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഡയൂറിറ്റിക്സ്, അതുപോലെ തന്നെ ചില ആന്റിബയോട്ടിക്, സ്റ്റിറോയിഡ്സ്, പെയിൻ കില്ലേഴ്സ്, ഇതിന്റെ ഉപയോഗം ഈ സൂര്യാഘാതത്തിന്റെ ഇന്റൻസിറ്റി കൂടാനായിട്ട് ഒരു പരിധിവരെ കാരണമാകുന്നു. അതുപോലെ തന്നെ യു വി റേസിന്റെ ഇന്റൻസിറ്റി കൂടുന്നതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. യു വി റേസിന്റെ ഇന്റൻസിറ്റി കൂടാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് സീസൺ തന്നെയാണ്. കാര്യം വേനൽക്കാലം എന്ന് പറയുന്നത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ യു വി റേസിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. ഈ സമയത്ത് ക്ലൗഡ്സിന്റെ പ്രസൻസ് കുറവായതുകൊണ്ട് തന്നെ, വേറെ ഒബ്സ്ട്രക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ യു റേസ് കൃത്യമായി ഭൂമിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് ഓസോൺ പാളിയുടെ ഡിപ്ലീഷൻ. അപ്പോൾ ഇത്തരം ഘടകങ്ങളാണ് ഈ സൂര്യാഘാതത്തിന് കാരണമാകുന്നത്. ഇനി ഒരു സൂര്യാഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രാഥമികമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നോക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ആ സണ്ണിന്റെ എക്സ്പോഷറിൽ നിന്ന് മാറ്റി തണലത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യം. അതിനുശേഷം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കൊടുക്കുക. ഇവിടെ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പറ്റുമെങ്കിൽ സൊല്യൂട്ട് റീപ്ലേസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് നാരങ്ങ വെള്ളം, അല്ലെങ്കിൽ മോരും വെള്ളം, കരിക്കും വെള്ളം, അല്ലെങ്കിൽ ORS, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സൊല്യൂട്ട് റീപ്ലേസ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. ഇത് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പച്ചവെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ചായ, കാപ്പി, അതുപോലെ തന്നെ കൊക്കോകോള, പെപ്സി പോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം.
രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഏരിയ തണുപ്പിക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സാധാരണ തണുത്ത വെള്ളം ധാര പോലെ ആ ഏരിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ആ ഏരിയ തണുപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുറിവെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് മുറിവെണ്ണ അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മുറിവെണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ചൂട് കുറയ്ക്കും, അവിടുത്തെ പുകച്ചിൽ കുറയ്ക്കും, വേദന കുറയ്ക്കും. അതുപോലെ തന്നെ പൊള്ളലുണ്ടായാൽ അതിനെ ഹീൽ ചെയ്യിക്കാനും സാധിക്കും. അങ്ങനെ ഒരു മികച്ച ഔഷധമാണ് മുറിവെണ്ണ. അപ്പോൾ മുറിവെണ്ണ കൃത്യമായിട്ട് നമുക്ക് ഇവിടെ പ്രയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബ്ലിസ്റ്റേഴ്സ് പൊട്ടിക്കാതിരിക്കുക. ബ്ലിസ്റ്റേഴ്സ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല 3rd ഡിഗ്രി ബേൺ ആണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇനി ഈ സൂര്യാഘാതം പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സൂര്യാഘാതം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിന്റെ എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത്, പ്രത്യേകിച്ച് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾ സമയം ക്രമീകരിക്കുക. രാവിലെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വൈകിട്ട് ഇപ്പം അടുത്തുള്ള വർക്കൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പിന്നെ മറ്റൊരു വിഭാഗക്കാരാണ് സെയിൽസ്മാൻമാർ അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. അവർ ഈ സമയത്ത് വെയിൽ കൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കൃത്യമായി തന്നെ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്റ്റോക്കിങ്സ് ഉപയോഗിച്ച് കവർ ചെയ്യുക, ഗ്ലൗസ് ഉപയോഗിക്കുക, സൺസ്ക്രീൻ ഉപയോഗിച്ച് സണ്ണിന്റെ എക്സ്പോഷറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത്. കാര്യം 3 മുതൽ 4 ലിറ്റർ വെള്ളം നിങ്ങൾ നിർബന്ധമായിട്ട് കുടിക്കണം. ബൈക്കിൽ യാത്ര ചെയ്യുന്നവർ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുകയും പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിൽ വെള്ളം കൊണ്ടുവന്ന് കിടന്ന് തന്നെ കുടിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ത്വക്കിന് നന്നായിട്ട് ബലം നൽകുന്ന ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളമായിട്ടുള്ള ഫ്രൂട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ഇനി സൺബേണുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. കാര്യം പൊള്ളലുമായി ബന്ധപ്പെട്ട് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ സൂര്യാഘാതത്തിന്റെ പൊള്ളല് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ, ഇനി 3rd ഡിഗ്രി ആണെങ്കിൽ പോലും കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ അത് ഹീൽ ആവാന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UV റേസിന്റെ എക്സ്പോഷർ കൊണ്ട് DNA-ക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സെല്ലുകൾ ഒരു പ്രീ ക്യാൻസറസ് സെല്ലാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു സ്കിൻ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു കോംപ്ലിക്കേഷനാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അത് ഷോക്കിലേക്ക് ലീഡ് ചെയ്യും, അങ്ങനെ മരണം സംഭവിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് പ്രധാനപ്പെട്ട 2 കോംപ്ലിക്കേഷൻസ് ആണുള്ളത്. അപ്പോൾ ഈ സൂര്യാഘാതം എന്ന് പറയുന്നത് കേവലം ഒരു പൊള്ളൽ മാത്രമല്ല, ക്യാൻസറിനും അതുപോലെ തന്നെ മരണത്തെയും വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ സൂര്യാഘാതം ഏൽക്കാതെ മുൻകരുതൽ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.